സ്വാന്തന സജുവിലേക്ക് കൂടി പോകുന്നു നമ്മൾ. സ്വാന്തന, ബി.ജെ.പി. ഓഫീസിൽ ഇപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള ആഘോഷം തുടങ്ങിയോ? സുജ, ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം കൗൺസിലർമാരും അതുപോലെ തന്നെ മേയറും ഡെപ്യൂട്ടി മേയറും ഒന്നും ഇവിടേക്ക് എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ മൊറാർജി ഭവനിലാണ്. ഇവിടെ പുറത്താണ് ഇതിൻ്റെ ആഘോഷ പരിപാടികളും മറ്റുമൊക്കെ നടക്കുന്നത്. നമ്മൾ അകത്തേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. നേതാക്കളെല്ലാവരും തന്നെ ഇവിടെയുണ്ട്. രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി സുരേഷ് അടക്കമുള്ള ആളുകൾ ഉണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ആഘോഷവും അതുപോലെ തന്നെ മറ്റ് വിജയാഘോഷവും പരിപാടികളും ഒക്കെ തന്നെ തുടങ്ങും. ഒരു ആഘോഷം നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെ ല്ലേ അല്പസമയത്തിനകം എല്ലാവരും എത്തുന്നു. അല്ല, ബി.ജെ.പിയുടെ കേരള ചരിത്രത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു മുദ്രയാണ് ഇന്ന് പതിപ്പിച്ചിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ബി.ജെ.പിയുടെ ഒരു ഗേറ്റ് വേ ആണ് തിരുവനന്തപുരം. അപ്പോൾ ഞങ്ങളുടെ ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മേയറും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയറും ശ്രീ വി രാജേഷും അതോടൊപ്പം തന്നെ ആശാനാഥും മേയറായും ഡെപ്യൂട്ടി മേയറായും സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ബി.ജെ.പിയുടെ സംസ്ഥാന കാര്യാലയത്തിൽ വരികയാണ്. സംസ്ഥാന അധ്യക്ഷനെ കാണുന്നതിന് വേണ്ടി വരികയാണ്. അപ്പോൾ അവരെ സ്വീകരിക്കുക എന്നുള്ളത് പാർട്ടിയുടെ ഏതൊരു പ്രവർത്തകനും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ആ സന്തോഷത്തിലാണ്. സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ എന്തായാലും അല്പസമയം മുമ്പ് തന്നെ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും പുതിയ മേയറെയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറെയും കാത്ത് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അവരെ വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നു. മറ്റ് ചടങ്ങുകൾ ഇവിടെ പുഷ്പാർച്ചന അടക്കമുള്ള ചടങ്ങുകളൊക്കെ തന്നെയും നടത്താനുണ്ട്. അതിനുശേഷം സംസ്ഥാന അധ്യക്ഷനെ കാണുക എന്നതാണ് പ്രധാനമായും ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ബി.ജെ.പി. പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആഘോഷവും ആരവവും ഒക്കെ തന്നെയാണ്. അത് അവരിപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുകയാണ്. നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാമെന്ന് തോന്നുന്നു. സുജയ, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നാഴികക്കല്ല് തന്നെയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയാം. കാരണം ആദ്യമായി ബി.ജെ.പി. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം അത് സ്വന്തമാക്കിയിരിക്കുകയാണ്. ബി.ജെ.പിക്ക് ഒരു മേയർ അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായിരിക്കുകയാണ്. വി രാജേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയറിലെ തന്നെ വലിയ ഒരു നേട്ടമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു മേയർ സ്ഥാനം. അങ്ങനെ മേയർ, ഡെപ്യൂട്ടി മേയർ ഔദ്യോഗിക വാഹനങ്ങൾ മൊറാർജി ഭവനിലേക്ക് എത്തുകയാണ്. ഇത് കാത്തിരുന്ന ഒരു നിമിഷമാണ്. കേരളത്തിലെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാനത്തെ കോർപ്പറേഷന്റെ അധികാരം പിടിച്ചിരിക്കുകയാണ് ബി.ജെ.പി. അങ്ങനെ ചരിത്രം കുറിച്ച് ആദ്യ മേയറായി, സംസ്ഥാനത്തെ ആദ്യ ബി.ജെ.പി. മേയറായി തിരിച്ചെത്തുകയാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വി രാജേഷ്. ഒപ്പം മറ്റ് കൗൺസിലർമാരുമുണ്ട്. ഡെപ്യൂട്ടി മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ആശാനാഥ് GS ഉണ്ട്. ഇരുവർക്കും വലിയ വരവേൽപ്പാണ് അവിടെ ഒരുക്കാനായി. അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ അവിടെയുണ്ട്. എസ് സുരേഷും അതോടൊപ്പം തന്നെ കരമന ജയനും അടക്കമുള്ള നേതാക്കൾ എല്ലാവരുമുണ്ട്. അവരെ അവിടെ വരവേൽക്കുകയാണ്. മേയറെയും ഡെപ്യൂട്ടി മേയറെയും വി രാജേഷിനെയും ആശാനാഥിനെയും. ഇനി വലിയ ആഘോഷ പരിപാടികളാണ് അവിടെ നടക്കാൻ പോകുന്നത്. വിവരങ്ങൾ നൽകുകയാണ് സ്വാന്തന സജു, ഒപ്പം അർജുൻ കല്യാൺ.